കേരളത്തിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ മാസം, അതായത് ഡിസംബർ ലാസ്റ്റ് വീക്കിലാണ് കേരളത്തിൽ കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഈ പക്ഷികളുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിൽ അയച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കൺഫേം ചെയ്യുന്നത്. പക്ഷിപ്പനി അല്ലെങ്കിൽ ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് പക്ഷികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ്. സാധാരണഗതിയിൽ അത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയില്ല. പക്ഷേ അസുഖം ബാധിച്ച പക്ഷികളുമായി നേരിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ പകരാനുള്ള റിസ്ക് ഉണ്ട്. ഇനി പൗൾട്രി ഫാമുകളൊക്കെ കോഴികൾ കൂട്ടത്തോടെ മരിച്ചു വീഴുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, മുട്ട ഉൽപ്പാദനം കുറയുക, ഇതൊക്കെയാണ് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ മനുഷ്യരിൽ വളരെ അപൂർവമായിട്ടാണ് കാണാറ് പനി, ശ്വാസമുട്ട്, അതുപോലെ ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടേക്കാം. ഈ അസുഖം ബാധിച്ച പക്ഷികളെ അല്ലെങ്കിൽ കോഴികളെ കൈ കൊണ്ട് തൊടാതിരിക്കുക എന്നാണ് ചെയ്യേണ്ടത്. അതായത് ഈ കോഴികളുടെയും പക്ഷികളെയൊക്കെ മലത്തിലും മൂത്രത്തിലും ധാരാളമായിട്ട് വൈറസ് കണ്ടേക്കാം. സോ ഡയറക്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറസുകൾ ശരീരത്തിലോട്ട് കിടക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റു കാര്യം, എവിടെയെങ്കിലും കൂട്ടമായിട്ട് പക്ഷികൾ ചത്തു വീഴുക അല്ലെങ്കിൽ വളർത്തു കോഴികൾ ഒന്നിച്ച് മരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോക്കൽ അതോറിറ്റി ഇൻഫോം ചെയ്യുക. കോഴി മുട്ടയൊക്കെ നന്നായിട്ട് വേവിച്ച് കഴിക്കുന്നത് സേഫ് ആണെന്നാണ് പറയുന്നത്. അത് 70 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് കിട്ടുമ്പോഴേക്കും ഈ വൈറസുകൾ നശിച്ചു പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാതി വേവിച്ച മാംസം അല്ലെങ്കിൽ ബ്ലഡിലുള്ള മാംസം, പച്ചമുട്ട ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്.